ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ശ്രുതിയുടെ അശ്വിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് സാറിനെ കുറിച്ച് വാ തോരാതെ നമ്മുടെ ശ്രുതി പ്രീതിയോട് ഇങ്ങനെ പറയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഒരാളുടെ അപ്പോഴുള്ള പെരുമാറ്റം കണ്ടിട്ട് നമുക്ക് നല്ലതാണോ ചീത്തയാണെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാലമായത്. പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ അല്ലേ, അശ്വിൻ സാഹിറാമിന്റെ ആ കടലമിഠായിയുടെ ഫാമിലിയിൽപ്പെട്ട ആളല്ലേ. ചിലപ്പോ ആ ഗുണം കാണിക്കാതിരിക്കൂല ഈ ആകാശ് സാറ്. അപ്പോഴേക്കും ഒന്ന് പോടിയൊന്ന്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. നിന്റെ അശ്വിൻ സാറിന്റെ സ്വന്തം സഹോദരി തന്നെയല്ലേ ആഞ്ജലി മേഡം. അവരോട് ഞാൻ എത്ര മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്, എന്നിട്ട് അവരെന്നോട് എങ്ങനെയാ പെരുമാറിയത്? എന്നാ അത് ശരിയാട്ടോ. എന്തായാലും കടലമിഠായി കുടുംബത്തിലേക്ക് ആകാശ് സാറും അഞ്ജലി ചേച്ചിയും പിന്നെ ആ മുത്തശ്ശിയൊക്കെ വഴിതെറ്റി വന്നവരാണ്. ആ കടലമിഠായിയുടെ കുടുംബത്തിലെ ആകാൻ ഒരു വഴിയില്ലാതാണ് അവർ ഇത്ര പാവങ്ങളായി പോയത്. പിന്നെ ഒരു ആന്റി ഉണ്ടല്ലോ, കടലമിഠായിക്ക് പറ്റിയ ഒരാന്റി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏതാൻറ്റി? ആ മനോരമ മേഡമേ, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശ്രുതി കേൾപ്പിച്ചു കൊടുക്കുക. എന്താ സ്ത്രീയുടെ ഒരു സംസാരം, ഇംഗ്ലീഷാണ്, പിന്നെ പറയോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇത് ഓർത്തോർത്തിരുന്ന് ചിരിക്കാട്ടോ. അപ്പോഴേക്കും പ്രീതി ചോദിച്ചു, അതല്ല ഒരു സാരി ഉടുത്ത മറ്റേ പെൺകുട്ടിയില്ലേ, അതാരാ? അതല്ലേ അശ്വിൻ സാഹിറാമിന്റെ വൺ ആൻഡ് ഓൺലി ഗേൾ ഫ്രണ്ട് മിസ് ലാവണ്യ. അപ്പം ആ കുട്ടി അശ്വിൻ സാറിന് വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നുണ്ടല്ലേ. മനസ്സ് നന്നല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ആര് വ്രതം എടുത്തിട്ട് എന്താ കാര്യം? എന്തായാലും അയാളെ പോലെ ഒരു കടലമിഠായിക്ക് എത്ര വ്രതത്തിന്റെ കാര്യമില്ല. എന്തായാലും ചിലപ്പോൾ അവരെ പോലെ ഒരാളെ ആയിരിക്കും ആ കടലമിഠായിക്ക് കണ്ടുവച്ചിരിക്കുന്ന ഈശ്വരൻ. ആരായ നമുക്ക് എന്താ അല്ലേ ചേച്ചി? എന്തായാലും എന്തിനാ നമ്മൾ അവരുടെയൊക്കെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത്? നമുക്കതിലെന്താ കാര്യം? എന്തായാലും എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രുതി കയറി കിടന്നോട്ടെ. പക്ഷെ ശ്രുതി കയറി കിടന്ന് ഈ കടലമിഠായിയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടല്ലേ കിടന്നത്. എന്തായാലും അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ സ്വപ്നത്തിൽ നിന്ന് പോകുന്നില്ല. ശ്രുതിയുടെ സ്വപ്നത്തിൽ അശ്വിൻ്റെ ഒരു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അശ്വിനും ശ്രുതിയും തമ്മിലുള്ള കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഓരോ തവണയും ശ്രുതി ഒരു ദുസ്വപ്നം കണ്ടതുപോലെയാണ് ശ്രുതിയുടെ മുഖം ഇരിക്കുന്നത്. ശ്രുതി ചാടി കഴിഞ്ഞേക്കോട്ടെ, പേടിച്ച് ചാടി കഴിഞ്ഞേക്കപ്പോഴേക്കും പ്രീതി ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചേച്ചി എന്തിനാ കിടക്കാൻ നേരത്തെ ആ കടലമിഠായിയുടെ കാര്യം പറഞ്ഞത്? എൻ്റെ സ്വപ്നം നിറയോ അയാൾ കയറി വന്ന് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് ശ്രുതി പറയാ. അങ്ങനെയൊന്നും ഇല്ല, നീ കിടക്കാൻ നോക്കെന്നൊക്കെ പറഞ്ഞ് പ്രീതി ശ്രുതിയെ പിടിച്ച് കിടത്തിയിട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ മുത്തശ്ശി എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ മുറിയിലൊരു മാല. ഈ മാല ഇവിടെ എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് മാല എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത്. സംശയിക്കേണ്ട മുത്തശ്ശി, ഇത് മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂരിന്ന് മേടിച്ചതാണ്. അപ്പൊ ശ്യാമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മാലയും കൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ആഹാ, എൻ്റെ മുന്നേ നീ വന്നായിരുന്നോ? ഇന്നലെ രാത്രി ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി. മുത്തശ്ശി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ അഞ്ജലിയോട് പറഞ്ഞത്. സുഖമല്ലേ മുത്തശ്ശി എന്നൊക്കെ സുഖകുശലമൊക്കെ ചോദിക്കുക. അപ്പോൾ എന്നിട്ട് കാലൊക്കെ തൊട്ട് തൊഴുക കേട്ടോ. എന്തിനാ മോനെ വയ്യാണ്ടിരിക്കുന്നത്, നീ ഇങ്ങനെ കഷ്ടപ്പെടണത്? 1-2 ആഴ്ച കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് MRI ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അഞ്ജലി വരുന്നത്. അപ്പോൾ ചേട്ടന് ആക്സിഡന്റ് പറ്റിയ കാര്യം മുത്തശ്ശിക്ക് അറിയായിരുന്നോ? ആക്സിഡന്റ് പറ്റിയ വഴി എന്നെ വിളിച്ചായിരുന്നു, നിന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അറിയിക്കാതിരുന്നത്. അപ്പോൾ ശ്യാം പറഞ്ഞാൽ നീ സമാധാനം കൊടുക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് മുത്തശ്ശിയോട് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അത് ശരിയല്ലേ, എന്തുകൊണ്ട് പറയാതിരുന്നത് നന്നായി മോനെ. ഒന്നാമത് പൂജയും വ്രതവും ഒക്കെ ആയിട്ട് നടക്കുന്നവള്, ഇതുകൂടി അറിഞ്ഞാൽ പിന്നെ പറയണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായാലും ഇവള് മാത്രമല്ല, ഇതറിഞ്ഞപ്പോൾ അശ്വിനും ആകാശിനും എല്ലാവർക്കും വിഷമമായി. ഇതൊക്കെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞാൻ പെട്ടൊരു പാടേ എന്ന് ശ്യാമ്. അത് പിന്നെ അങ്ങനെയല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിഷമാവില്ലേ? അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെത്ര നിസ്സാരമാണെങ്കിലും വിഷമാവാനുള്ളത് വിഷമാകും. കേട്ടോ അഞ്ജലി മോളെ, നിന്റെ ഭർത്താവ് ആള് മിടുക്കൻ, എല്ലാവരോടും സ്നേഹമുള്ളവൻ. പക്ഷെ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഇവനോട് വിയോജിപ്പുണ്ട്, ഒരൊറ്റ കാര്യത്തിൽ. അപ്പൊ ശ്യാം ചോദിച്ചാൽ എന്ത്? വീണിടം വിഷ്ണു ലോകം എന്നൊരു മട്ടല്ലേ? എങ്ങോട്ടെങ്കിലും പോയപടി ഒരൊറ്റ പോക്ക, പിന്നെ എപ്പോഴെങ്കിലും വന്നു. അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു, അത് ശരിയാട്ടോ, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ഇനി ഇങ്ങനെ ടൂറൊന്നും പറഞ്ഞു പോകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പൊ ശ്യാം പറഞ്ഞു, അയ്യോ ചതിക്കല്ലേ എൻ്റെ രാജകുമാരി, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ടൂർ പോകുന്നതല്ലേ, വെറുതെ ടൂർ പോകുന്നതല്ലല്ലോ, പിന്നെ ടൂറിന്റെ എണ്ണം കുറയ്ക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ചിരിക്കുക. ഇവളുടെ കാര്യം മാത്രമല്ല, നീ ഇവിടെ ഇല്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാ ശ്യാമോനെ, അതുകൊണ്ടാണ് നിന്നെ കാണാനിട്ട് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാ. അപ്പം കാര്യം പറഞ്ഞു കാപ്പി തണുത്ത് പോവേ, കാപ്പിയും കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞേക്കല്ലേ എന്ന് ശ്യാം പറയുകയാണ്. എല്ലാവരും നിന്ന് ചിരിക്കുക കേട്ടോ. ശ്യാമിന് എല്ലാവരും കയ്യിലെടുക്കാൻ നല്ല മിടുക്കാം. കാപ്പി കുടിച്ചിട്ട് പറയും, എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഈ കാപ്പിയുടെ രുചി ആലോചിക്കുമ്പോൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ തോന്നണില്ല എന്ന്. അപ്പം അഞ്ജലി പറഞ്ഞു, മതി സോപ്പിട്ടത് മതി എന്നും പറഞ്ഞിട്ട് അഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ആന്റിയ. ശ്രുതിയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ചെറുക്കൻ എങ്ങോട്ട് പോയിന്നോ എപ്പോൾ വരുന്നോ അറിയത്തില്ല. ഇന്നലെ പൂജ കഴിഞ്ഞ് കുട്ടികൾ വ്രതം മുറിക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടതാ. എന്തോ അത്യാവശ്യം കാണായിരിക്കും. അതുകൊണ്ട് ആ പാവം ഓടിക്കളിച്ച് പോയത്. ശ്യാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടേനെ അവൻ. അപ്പോഴേക്കും ചേച്ചി എന്തിനാ എപ്പോഴും അയാളുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾ അവിടെ ഇല്ലേ എന്ന് ശ്രുതിയുടെ അമ്മ ചോദിക്കുക. അവരെവിടെയുണ്ട്? രണ്ടും കൂടെ അടുക്കള കിടന്ന് കുത്തിമറിയാണ്. ശ്രുതി, പ്രീതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. ശ്രുതിയും പ്രീതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആരമ്മായി എന്നൊക്കെ ചോദിച്ചപ്പോൾ നിന്റെ അച്ഛനാ ഫോണിൽ. അച്ഛേ എന്ന് വിളിച്ചപ്പോഴേക്കും മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ശ്രുതി മോളെ എന്ന് അച്ഛൻ ചോദിക്കുക. വിശേഷമൊക്കെ തിരക്കാണ്. അച്ഛന് കാര്യം അറിഞ്ഞായിരുന്നോ? ഞങ്ങൾ ഇന്നലെ ഒരു വകയും കഴിക്കാതെ തിരുവാതിര വ്രതം എടുത്തു. പ്രീതി എടുത്തു കാണും, പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീ ചേച്ചിയോട് ചോദിച്ചു നോക്കുക, ഞാൻ എടുത്തു. അങ്ങനെ പ്രീതി പറയാൻ എടുത്തു എന്ന്. എന്തായാലും പ്രീതി പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ കഴിക്കാതിരുന്നതിൻ്റെ മൊത്തം കുറേ പൂരി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. ഇന്നത്തെ കേട് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രീതി ഇങ്ങനെ തമാശ പറയുക ശ്രുതി കഴിക്കാനായിട്ട്. അമ്മ എവിടെ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് പറയാം, ഇയാൾ ഇവിടെ ഇല്ലെന്ന് പറയാം. അങ്ങനെ അമ്മ അപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ മോളെ, എന്നാൽ വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ ശ്രുതിയുടെ അമ്മ അവിടെ നിന്നിട്ട് നിങ്ങൾ മനുഷ്യ, നിങ്ങൾ എന്താ പറയാതിരിക്കുന്ന മനുഷ്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞില്ല കേട്ടോ. പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന്. എന്തായാലും മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം പറയണ്ട, മൂർത്തി വരട്ടെ. മൂർത്തിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കണത്? മൂർത്തി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണേൽ പറയാം എന്ന് പറയാം. എന്തോ വലിയ പ്രശ്നമുണ്ടോ തോന്നി ഈ അച്ഛനും അമ്മയ്ക്കും. എന്തായാലും നമ്മുടെ അമ്മ ഈ ശ്യാമനെ കാണുന്നില്ലല്ലോ, ശ്യാം വരുന്നില്ലല്ലോ, വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ. എന്താ അമ്മായിക്ക് അമ്മായിയുടെ ശ്യാമനെ കാണാതെ ഉറക്കം വരില്ലേ? ഞാൻ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ശ്യാമിനെ അന്വേഷിക്കുന്നത്. ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി അമ്മായി ആരും അന്വേഷിക്കണ്ട. പോയിക്കോണം, അപ്പുറത്തൊരു കാര്യക്കാരി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി വഴക്ക് പറയുകയാണ്. ശ്രുതി പ്രിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമേട്ടനുണ്ടല്ലോ. രാമേട്ടനും അശ്വിനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. രാമേട്ടൻ പറയുന്നത് ശ്യാം സാർ വന്നപ്പോൾ ഇവിടെ ആഘോഷമാണ്, ഉത്സവമാണ്, വീട് ഉണർന്നു. ശ്യാമിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാൻ നേരമുള്ളൂ. അടുക്കളയിലാണെങ്കിലും ശ്യാം ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. ആകാശ അടുക്കളയിലുണ്ട്. എൻ്റെ മൈ ഗോഡ്, എന്തായാലും മരുമോ വന്നതുകൊണ്ട് ഇവിടുത്തെ അനങ്ങാപ്പാറുകൾക്കൊക്കെ എക്സസൈസായി. അടുക്കള എന്താണെന്നറിയാത്ത എൻ്റെ മകൻ ആകാശാണ് ഇവിടുത്തെ ചീഫ് ഷെഫ് എന്നിങ്ങനെ പറയുക കേട്ടോ. നിങ്ങൾ എന്നെ ഗ്രാമർ പഠിപ്പിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് ഓരോന്നൊക്കെ ചെയ്യുക. തേങ്ങ ചിരണ്ട് പോയി വയറ് കുറയട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടിയ വയറ് കുറയുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത്? നിന്നോട് പറഞ്ഞത്. എന്നാലും എൻ്റെ മരുമോനെ, എൻ്റെ മോനെ കൊണ്ട് നീ ജിലേബി ഉണ്ടാക്കാൻ പഠിപ്പിച്ചല്ലോ. അപ്പോഴേക്ക് ശ്യാം പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ആകാശം പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് റിലാക്സ് ആകാൻ പറ്റും അല്ലേ അളിയ? അപ്പോൾ എന്നെ അല്ലാതെ ഈ അടുക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി അവകാശപ്പെട്ടത് കൂടിയാ കുഞ്ഞളിയാ. ഇതൊക്കെ കണ്ട അശ്വൻ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അശ്വൻ വന്ന് നിൽക്കുന്നത് ശ്യാം കണ്ടത്. അളിയനിങ്ങ് എത്തിയോ? ദേ നോക്ക്, ഞാനും അങ്കിളും കുഞ്ഞളിയനും കൂടി അടുക്കള അങ്ങോട്ട് കയ്യേറി കൂടുന്നു ഞങ്ങളുടെ കൂടെ. നല്ല അടിപൊളി ജിലേബി, നല്ല ഫ്ലവർ പോലെയുള്ള ജിലേബി. നിനക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ലല്ലോ, അല്ലെങ്കിൽ നിനക്കൊന്ന് തിന്നാൻ തരായിരുന്നു എന്ന് നമ്മുടെ അശ്വിനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അഞ്ജലി ചോദിച്ചാൽ ചേട്ടൻ എങ്ങനെ ഈ ജിലേബി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു? ആ കാര്യം ശ്യാമിന് തുറന്നു പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ശ്രുതിയുടെ അടുത്ത് നിന്നാണ് ഈ ജിലേബി ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ഒന്ന് പരിങ്ങുമൊക്കെ ചെയ്യുക. എന്താ ഇങ്ങനെ നോക്കണത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ ഇങ്ങനെ ഭംഗിയായിട്ട് ജിലേബി ഉണ്ടാക്കാൻ എവിടെ നിന്ന് പഠിച്ചു എന്ന്. അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് സംഭവിച്ചു പോകും. ദാറ്റ് മീൻസ് മരുമോൻ ഡ്രീമിലാണോ ജിലേബി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? സ്വപ്നത്തിൽ ജിലേബി ഉണ്ടാക്കിയിട്ട് ചെനിച്ചട്ടിയിലേക്ക് ഇടുമായിരുന്നോ? എന്നാലും ആ വിദ്യ എനിക്കും കൂടി പറഞ്ഞു താ, ഞാനും കൂടെ പഠിക്കട്ടെ ജിലേബി ഉണ്ടാക്കാൻ എന്നൊക്കെ ആൻറ്റി പറയാം. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കും പറ്റൂലോ. മാനേജ് ചെയ്യാനല്ല, നീ ജിലേബി ഉണ്ടാക്കാൻ പഠിച്ചാൽ മറ്റുള്ളവർക്ക് ഡാമേജാ, മാനേജ് അല്ല. ഉദയം മോഹനേട്ടാ, വാട്ടെ പിറ്റി. ഇത്രയും സന്തോഷമുള്ള അവസരത്തിൽ നിങ്ങളുടെ ഈ ചീഞ്ഞ കോമഡി കൂടെ ആവുമ്പോഴേ അത് വല്ലാത്ത ട്രാജഡി ആയി പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ മനോരമ. എന്തായാലും ജിലേബി പൂർണ്ണമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. എടുത്ത് കുറച്ച് തിന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടേസ്റ്റി. മനോരമയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുമോ? മോനെ ഈ ജിലേബി ഉണ്ടാക്കുന്ന റെസിപ്പി എനിക്കൂടെ പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും മോഹൻ പറഞ്ഞു റെസിപ്റ്റ് അല്ല റെസിപ്പി, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് മോഹനോട് ചാടി കയറുവാണ്. നിങ്ങൾ ഓവർ സ്മാർട്ട് ആകാൻ നോക്കല്ലേ കേട്ടോ. ഐ നോ വാട്ട് ഐ മീൻ. എന്താ ഉദ്ദേശിച്ചെന്ന് ശ്യാമോന് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ ശ്യാമോന്? പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ നകളിപ്പ്? വാട്ടാ പിറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനോരമ മോഹൻ്റെ തോളത്ത് കയറാൻ നോക്കുകയാണ്. എന്തായാലും ഇവളുടെ വർത്തമാനമൊക്കെ കേട്ട് എല്ലാവരും ചിരിച്ചു പോവാം.
ദേ ഈ ചമ്മല് മാറ്റാനായിട്ട് ഈ ജിലേബി അങ്ങോട്ട് തിന്നോ എന്നും പറഞ്ഞിട്ട് മോഹൻ ഒരു ജിലേബി ഇട്ട് കൊടുക്കുകയാണ് ശ്യാമ. ഇതേ സമയം നമ്മുടെ ശ്രുതി പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ആളിത് എവിടെയോ മുങ്ങിയെ. ശ്യാമിനെ കുറിച്ച് എങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും അമ്മയുടെ സംഘത്തിലെ പലിശയുടെ കാര്യം റെഡിയായാൽ മതിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അമ്മായി വന്നു. അയ്യോ എന്തൊക്കെയാ ഞാൻ ഈ കാണണേന്ന് ചോദിച്ചോണ്ട്. എന്ത് പറ്റി അമ്മായി, നീ ഇതെന്ത് ഭാവിച്ച ഈ പൂരി എല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കണത്? നമ്മൾ 3 പേരല്ലേ ഉള്ളു കഴിക്കാനായിട്ട്. ശ്യാമോൻ ഇവിടെ ഇല്ലല്ലോ. ശ്യാം സാർ ഇല്ലെങ്കിൽ എന്താ, നമുക്ക് 3 പേർക്കും കൂടി നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചാൽ പോരെ. അയ്യോ നന്നായിട്ട് കഴിക്കാന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? 5ഓ 10ഓ ആണോ 15ഓ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. വയറ് നിറയുന്നവരെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ അതിലും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ആണെങ്കിൽ ഒരു വക കഴിക്കാൻ പറ്റിയില്ല. ആഹാ അത് ശരി, അതിന്റെ കേട് തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് പഞ്ചായത്തിന് കൊടുക്കാൻ മാത്രമുള്ള പൂരി നീ ഉണ്ടാക്കി കൂട്ടണത്? ഇതേ പെണ്ണെ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇതൊന്നും ചുമ്മാ കിട്ടുന്ന സാധനങ്ങളല്ല, നിനക്കറിയാലോ എന്നും പറഞ്ഞു ശ്രുതി. എന്റെ കൃഷ്ണ, ഈ അടുക്കളയുടെ ഒരു കോലം നോക്കി പെണ്ണിത് എങ്ങനെ ആക്കി ഇട്ടിരിക്കണേ. അപ്പോഴാണ് ശ്രുതി ഒന്ന് ചുറ്റിന് നോക്കുന്നത് കേട്ടോ. ഈശ്വര, അയ്യോ കൃഷ്ണ ഞാനിത് എന്തേ കാണണേ എന്ന് ചോദിച്ച അമ്മായി. എന്താ അമ്മായി? ദേ നോക്കി, താല എടുത്ത് അടുക്കള, പൂജയുടെ താല എടുത്ത് അടുക്കള കൊണ്ടുവച്ച് ആരാടി? അത്രയ്ക്ക് ബോധമില്ലാത്ത ആരാടി ഇവിടെ ഉള്ളത്? ആ നീ തന്നെയായിരിക്കും, വേറെ ആരാ? പ്രീതിമോളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. പറയടി, ആരാടി? നീയല്ലടി അഹമ്മദ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് തട്ടിക്കേറുക. ഈ സിന്ദൂരം കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുക. അതും അടുക്കളയിൽ അങ്ങനെ മേടിക്കാനായിട്ട് തുടങ്ങിയതാണ് അവള് സിന്ദൂരം. താലത്തിൽ നിന്നുള്ള സിന്ദൂരം എടുത്ത് മേടിക്കാൻ തുടങ്ങിയത് ഒരു ചെപ്പിനകത്തായിരുന്നു. അത് മേടിക്കാൻ പോയതും അവളുടെ കൈ തട്ടി താഴെ വീണു. അതും മുടിപ്പിച്ചു. നിന്റെ മുഖത്തെൻ്റെ കണ്ണില്ലേ എല്ലാം മുടിപ്പിക്കാനുണ്ടായ ഒരു ജന്മം. അമ്മായി പെട്ടെന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ എന്തിന് നിനക്കൊരു ന്യായീകരണം ഉണ്ടാകുമല്ലോ. ഇനി ഇതെങ്ങനെയാ ഭഗവാന്റെ മുമ്പിൽ വെക്കുക? നശിപ്പിച്ച് കളഞ്ഞില്ലേ നാശൂലം എന്നൊക്കെ പറഞ്ഞ അമ്മായി ശ്രുതിയെ വഴക്ക് പറയാം. ശ്രുതിക്ക് ആകെ സങ്കടമായി. പക്ഷേ ഈ അമ്മായി ആരെന്നാ പറഞ്ഞാലും ശ്രുതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്തായാലും അമ്മായി അങ്ങ് പോയി കഴിഞ്ഞ് ശ്രുതി ആ സിന്ദൂരച്ചെപ്പ് എടുത്ത് നോക്കിയപ്പോൾ ശ്രുതിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ഒരു അമ്പലനടയിൽ വെച്ച് സിന്ദൂര ഇവരുടെ മുഖത്തേക്ക് വീണില്ലേ, ആ ഒരു സീനാട്ടോ ഓർമ്മ വന്നത്. ശ്രുതിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറയാണ്. പിന്നെ നമ്മുടെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് അശ്വിൻ എന്തോ ആലോചിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അശ്വിൻ ഈ ലോകത്തല്ല, നീ ഇന്ന് കണ്ണും തുറന്ന് ഡ്രീം ചെയ്യുകയാണോ? അപ്പോഴേക്കും മോഹനൻ പറഞ്ഞു, ദേ ഞങ്ങൾ ശ്യാം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുക കേട്ടോ അശ്വിൻ മോനെ. അപ്പോൾ ശ്യാം പറഞ്ഞു, സിറ്റിയിൽ ഞാനൊരു വീട് നോക്കിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾക്കനുസരിച്ച് കുറച്ച് കുറഞ്ഞു കിട്ടും. ഞാനത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് അളിയൻ്റെ അഭിപ്രായം? അപ്പോൾ അഞ്ജലി പറഞ്ഞു, ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ കുറച്ച് ദിവസം നീ വന്ന് നിൽക്കണം കേട്ടോ. അയ്യോ മോളെ, നീയും ശ്യാമും തനിച്ച് അതെങ്ങനെ ശരിയാകും? ശ്യാം എപ്പോഴും അവിടെ തന്നെ കാണണമെന്നുണ്ടോ? ശ്യാമൻ ടൂറിലല്ലേ, അപ്പം നീ തനിച്ചാവില്ലേ? എന്തായാലും പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അശ്വിന് ആകെ സങ്കടം. അമ്മ അറിഞ്ഞാൽ സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. ഈ വയ്യാത്ത കാലം വെച്ച് നീ ആ ബിഗ് ബംഗ്ലായി തളിച്ചായാൽ എന്ത്? അയ്യോ വലിയ വീട്ടിൽ ഹൊറർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്താകും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വലിയ വീട്ടിൽ നീ ഒരു പെണ്ണ്. അപ്പം അശ്വിൻ എന്ത് പറയുന്നു എന്ന് മോഹനൻ ചോദിക്കുക. അപ്പം ധൃതി വെച്ച് ആ വീട് മേടിക്കണോ? ആ വീട് മേടിച്ചാൽ തനിച്ചായി പോവില്ലേ? അപ്പം ശ്യാം പറഞ്ഞു, ഓക്കെ ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം. ചുളിവിൽ വീടടിച്ചെടുക്കാനൊക്കെ ഓർത്ത് ശ്യാം നോക്കിയതായിരുന്നു. അല്ലെങ്കിൽ വീട് മേടിക്കാനൊക്കെ പോകുന്നുണ്ട് എന്ന രീതി ഇത്രയധികം ക്യാഷൊക്കെ അവൻ്റെ കയ്യിലുണ്ട് എന്നൊന്നും അറിയിക്കാനുള്ള വഴി. എന്തായാലും സമ്മതിക്കില്ല എന്ന് 100% ശ്യാമിന് അറിയാവുന്ന കാര്യമാണ് ശ്യാം ഇപ്പം പറഞ്ഞിരിക്കുന്നത്. പോയാലൊരു വാക്ക് എന്ന ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തത്. അപ്പം എന്തായാലും ശ്യാമിന് എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. പാവാഞ്ജലി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.